ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ്. അപ്പം നമ്മൾ ഗിവ് അവേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വ്ലോഗാണ് കേട്ടോ. ഇന്ന് മോർണിംഗ് മുതൽ സ്റ്റാർട്ടാക്കുന്ന ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഒന്ന് രണ്ട് റെസിപ്പീസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസ് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ വീഡിയോസിന് ലൈക്കും ഷെയറൊക്കെ വളരെ കുറവാട്ടോ, കമൻസൊക്കെ കുറവാണ്. അപ്പോൾ കമൻറ്റും ലൈക്കും ഒക്കെ കൂടുതലുണ്ടാകുമ്പോഴാണ് നമ്മളെ യൂട്യൂബിൻ്റെ അൽഗോരിതം ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്തിടാൻ മറക്കരുത്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ആ ഒരു ബെല്ലൈക്കണിൽ നിങ്ങൾ ഓൾ ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്, പക്ഷേ കേശയ്ക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നേരം വൈകിട്ടാണ് കേട്ടോ ഇറങ്ങില്ല, നല്ല റിലാക്സ് ചെയ്തിട്ടാണ് വരല്. അപ്പോൾ ഇന്ന് നമുക്ക് കേശയ്ക്ക് സ്കൂളിലുകൊണ്ട് തന്നെ എന്തായാലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരുമിച്ച് തന്നെ ആവണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയും അതുപോലെ തന്നെ സാധാരണ നമ്മൾ പച്ചരിപ്പൊടി വെച്ചിട്ട് ചുടുന്ന ഒരു ദോശ ഇട്ടുണ്ടാക്കുന്ന നീർദോശ എന്നൊക്കെ പറയും. അത് പച്ചരി കുതിർത്തിട്ടും ചെയ്യാം, അതുപോലെ തന്നെ സാധാരണ പച്ചരിപ്പൊടി വെച്ചിട്ട് നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പച്ചരി കുതിർത്ത് അരച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു പൊടി വെച്ചിട്ട് ദോശ ഇടുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ അത് സിമ്പിളായതുകൊണ്ട് തന്നെ കൂടുതലും അത് തന്നെയാണ് ഉണ്ടാക്കൽ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുന്നേ ഇതൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാനൊരു ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ വിന്നറെ സെലക്ഷനൊക്കെ കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ വന്നിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിന്നർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വിന്നറും അതുപോലെ തന്നെ സെക്കൻഡും തേർഡും ഒരു വിന്നറും കൂടി നമ്മൾ സ്റ്റെപ്പിനി എന്ന് പറയുന്ന പോലെ എടുത്തു വെക്കുന്നു. ഫസ്റ്റ് വിന്നർ അഥവാ റെസ്പോൺസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു വിന്നർ നമുക്ക് റെസ്പോൺസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡും തേർഡും വിന്നറിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഫസ്റ്റ് വിന്നർ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന വിന്നർ ആരാന്ന് അറിഞ്ഞപ്പം ഞാൻ അത്യാവശ്യം നല്ല എന്താ പറയുക എക്സൈറ്റഡ് ആണോ ഷോക്ക്ഡ് ആണോ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല കേട്ടോ. കാരണം അത്രയും നമുക്ക് അറിയുന്ന ഒരാളാണ് കേട്ടോ വിന്നർ. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു യൂസർ നെയിം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആളാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ കൺഫേം ചെയ്തപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ പറയുക നല്ല എക്സൈറ്റഡ് ആണ്, കാരണം നമുക്ക് അത്ര അറിയുന്ന ആളാണ്. വേറെ ആരുമല്ല കേട്ടോ, എനിക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന നെയ്ബറാട്ടോ. നമ്മളെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആണ്. ഞങ്ങളെ വീടുകൾ തമ്മിലൊരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അത്രയും അടുത്തുള്ള ആളാട്ടോ. അപ്പോൾ ആളൊരു ജെന്യുവൻ വ്യൂവറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഗിവ് അവേ നടത്തുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു ആഗ്രഹം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളൊരു സ്ഥിരമായിട്ടുള്ള ഒരു വ്യൂവറിന് ഈ ഒരു ഗിവ് അവേ കിട്ടണം എന്നുള്ളതാണ്. കാരണം നമ്മളെ വ്യൂവേഴ്സിനെ എയിം ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ചിലർ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കമൻറ്റ് ചെയ്യുക, അതിന് വേണ്ടി മാത്രം ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ സപ്പോർട്ടേഴ്സിനാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എത്തേണ്ടത് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ മാഷാ അല്ലാഹ് അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ അത്ര വലിയ എന്താ പറയുക ഫ്ലറിഷ് ചെയ്തിട്ടുള്ളൊരു ചാനലൊന്നുമല്ല, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വളരെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ പേരും നമുക്ക് എന്താ പറയുക നല്ല അടുത്ത് പരിചയമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു, കാരണം നമുക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും ഈ ഒരു ഗിഫ്റ്റ് പോവാന്നുള്ളത്. കാരണം അത്രയും അറിയുന്നവരാണ് കൂടുതലും എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കമൻറ്റൊക്കെ ചെയ്യുന്നവരും ഉള്ളത് കേട്ടോ. ഇനി ഭാവിയിൽ നമ്മൾ അത്യാവശ്യം വളരുകയാണെന്നുണ്ടെങ്കിൽ
ആ ഒരു സമയത്തായിരിക്കും നമുക്കറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടാത്തതിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും ഗിവ് അവേസ് ഒക്കെ നടത്താം. ഇൻഷാ അല്ലാഹ് ചാനൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഗ്രീൻ പീസ് കറി ഞാൻ കുക്കറിൽ അവിടെ വെച്ചിട്ടുണ്ട്, അതവിടെ റെഡി ആവുന്നുണ്ട്. അതുപോലെ തന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റിൽ കുഴച്ചിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളമാക്കി ലൂസാക്കി എടുത്താൽ നല്ല പെർഫെക്റ്റ് ദോശ കിട്ടുന്നത് പോലെ എനിക്ക് തോന്നലുണ്ട്. അതങ്ങനെ തന്നെ കറക്റ്റാണെന്ന് എനിക്കറിയാം, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി വെച്ച് ദോശ ചുടുന്നവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ടിപ്പ് എന്താണെന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നവരോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് ലഞ്ചിന് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ സാധാരണ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ല, ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ദം ചെയ്തിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. സാധാരണ നമ്മൾ ചെമ്മീൻ എപ്പോഴും വാട്ടിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ പൊരിച്ചിട്ടൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ദം ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇപ്പം ഞാൻ അൺബോക്സ് ചെയ്ത സാധനം കണ്ടില്ലേ, അത് പുതിയൊരു സ്ലൈസർ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലൈസർ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രെഡിറ്റ് പോയിൻറ്റ്സ് കിട്ടും. ആ ഒരു പോയിൻറ്റ്സ് റെഡീം ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ₹1 പോലും കൊടുക്കാണ്ടാണ് ഈ ഒരു സ്ലൈസർ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ വേറെയും 2-3-4 സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കെറ്റിൽ, അതുപോലെ ട്രാവൽ ബാഗ്, അങ്ങനെ ഒരു 3-4 ഐറ്റംസൊക്കെ നമ്മൾ അതൊന്ന് റെഡീം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിവാർഡ് പോയിൻറ്റ്സ് ചെക്ക് ചെയ്യാൻ മറന്നു വരരുത്. അത് എക്സ്പയർ ആവുന്നതിന് മുന്നേ തന്നെ ഇതുപോലുള്ള ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഈ വരുന്ന സാധനങ്ങളെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ കെറ്റിലാണെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷത്തിന് മേലായി യൂസ് ചെയ്യുന്ന നല്ല കെറ്റിലാണ്. പിന്നെ ഈ ഒരു സ്ലൈസർ ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി വൈസ് നല്ല അടിപൊളിയാണ്. നല്ല ഫൈബ്രോ ആ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പറാണ്. ബ്ലേഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിന് മുന്നേ ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു കിഡ്സ് എഡ്യൂക്കേഷണൽ ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം പോലൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമാണ് ഒരു എന്താ പറയുക മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ അത് വാങ്ങി ബാറ്ററി ഇട്ട് പിറ്റേ ദിവസം തന്നെ ബാറ്ററി മൊത്തം ലീക്കായിട്ട് ആ ഒരു സാധനം തന്നെ അടിച്ചു പോയി. ബാറ്ററിൻ്റെ പ്രശ്നമാണോ സാധനത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും അത് ഒരു ഫെയിലിയർ ആയിരുന്നു. ബാക്കി അതിന് ശേഷം നമ്മൾ ആ റിവാർഡ് റെഡീം ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് റിവാർഡ് പോയിൻറ്റ്സ് റെഡീം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പിൽ പോയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ചിക്കൻ ദം ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ വഴറ്റിയെടുക്കുന്നതിന് പകരം ചെമ്മീനൊന്ന് ദം ചെയ്ത് ബിരിയാണി ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പോവാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചിക്കനും ബീഫൊക്കെ ദം ബിരിയാണി വെക്കുന്ന പോലെ തന്നെ ചെമ്മീൻ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടും. പക്ഷെ ആ മടുപ്പിക്കുന്ന ആ ഒരു കുത്തുന്ന ആ ഒരു ടേസ്റ്റ് അതും ഇല്ല കേട്ടോ. നല്ല മൈൽഡായിട്ടുള്ള നല്ല ഫ്ലേവറുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്റ്റെപ്സൊക്കെ അതേ രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു അടിപൊളി ബിരിയാണി കിട്ടും കേട്ടോ. ബിരിയാണീൻ്റെ സ്റ്റെപ്സൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നേ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ടൊന്ന് കണ്ടു വെക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിതാ ഉള്ളി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലും എടുത്തിട്ടുണ്ട്. അതിനേക്ക് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ, വലുതല്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി, പശു നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഉള്ളി പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഉള്ളി മൊത്തത്തിൽ നേർമയാക്കി സ്ലൈസ് ചെയ്തിട്ട് അതാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ 1 കിലോ ബിരിയാണിക്കുള്ള അളവാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയ്ക്ക്, അതായത് പച്ച തീ കുറയ്ക്കുകയും വേണ്ട, അതിന് രണ്ടിൻ്റെ ഇടയ്ക്കിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും പൊരിക്കരുത്. കാരണം അങ്ങനെ ആകുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് പെട്ടെന്ന് മാറും. പക്ഷേ ആ ഒരു ഉള്ളിൻ്റെ കറക്റ്റ് കാരമലൈസ്ഡ് ഫ്ലേവർ കിട്ടുമല്ലോ കേട്ടോ. പിന്നെ ഉള്ളി പൊരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ ഉള്ളി ഇങ്ങനെ എണ്ണയിൽ നിന്ന് കോരി പൊന്തിച്ചിട്ട് എയറിൽ പിടിക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും ഉള്ളി കേട്ടോ.
അങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നാൽ, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്പ്ലിറ്റാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്കമുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റേണ്ടി വരും. അല്ലെങ്കിലും നമ്മൾ ഈ അണ്ടി മുന്തിരി ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഉള്ളി നമുക്ക് വേണ്ട കളറിൻ്റെ തൊട്ട് മുന്നത്തെ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ കോരി മാറ്റുക. കാരണം കോരി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു കളറായിട്ട് മാറും കേട്ടോ. ഓവർ കളറാവാൻ നിൽക്കണ്ട. അപ്പോൾ എൻ്റെ ഉള്ളി ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം, എന്നാലാണ് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ കളർ എത്തുള്ളൂ കേട്ടോ. ഇനി ഞാനിതിങ്ങനെ കോരിയെടുക്കാൻ പോവുകയാണേ. ഇനി അതേ ഓയിൽ വെച്ചിട്ട് തന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നെയ്ച്ചോറ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഫ്ലേവർ ആയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റ് എനിക്കതാണ് തോന്നിയത്. നിങ്ങൾക്ക് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നെയ്ച്ചോറ് വെക്കുന്നതിലേക്ക് ഞാൻ ആ ഒരു ഓയിലിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഇലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുകി വാർത്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. പിന്നെ ബിരിയാണിക്ക് എടുക്കുമ്പോൾ എപ്പോഴും കൈമ അല്ലെങ്കിൽ ജീരകശാലൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ വേറെ അരിയിലേക്കൊക്കെ പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരിൻ്റെ കാൽഭാഗം എന്നല്ല, കാൽഭാഗത്തിൽ കുറച്ച് കുറവ് ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഞാൻ റോസ്റ്റാക്കി എടുക്കാൻ പോവാണ്. നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആയി വന്നോട്ടോ കേട്ടോ ആ ഒരു അരിയൊക്കെ. എന്താണെന്ന് വെച്ചാൽ ബിരിയാണി കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ചില റൈസ് ഇങ്ങനെ ബ്രൗൺ ആയിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു കാൽഭാഗത്തിലും താഴെ നമുക്ക് എത്രത്തോളം അരി വേണമെന്നുള്ളത് അത് അതിലേക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ ആയി വരുമ്പോൾ ബാക്കിയുള്ള അരിയും കൂടി തട്ടി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ എണ്ണയിൽ ആദ്യം അരി റോസ്റ്റ് ചെയ്തിട്ട് നെയ്ച്ചോറോ ബിരിയാണിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരി ഒരിക്കലും ഒട്ടിപ്പിടിച്ച് ആ ഒരു എന്താ പറയുക വെന്ത് കുഴഞ്ഞു പോവില്ല. നല്ല പെർഫെക്റ്റ് വേവായിട്ട് നല്ല പൊട്ടുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് ആ ഒരു നെയ്ച്ചോറ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അരി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഒന്ന് ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വന്നാൽ മതി. ഇനി നമുക്കതിലേക്ക് തിളച്ച വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പച്ചവെള്ളം ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ആക്കിയിട്ട് ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഒരു പാത്രം അരിക്ക് 2 പാത്രം, അതായത് ഇരട്ടി വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ നെയ്ച്ചോറാക്കി എടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റിച്ച് ലോ ഫ്ലെയിം ആക്കിയിട്ട് സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ അത് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് സെപ്പറേറ്റ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ നെയ്ച്ചോറ് അവിടെ സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ട ദം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദമ്മിന് വേണ്ടിയിട്ട് ഞാനിതാ 3 വലിയ സവാള നൈസാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ചെറിയ തക്കാളി, പിന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. അപ്പോൾ ഈ ഒരു ബിരിയാണിയിൽ ഒരു മൈൽഡ് ആയിട്ടാണ് സ്പൈസിനെസ് ഉണ്ടാവുക. നിങ്ങൾക്ക് എരിവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3 വലിയ സവാള സ്ലൈസ് ആക്കിയതും നല്ല നേർമയാക്കി സ്ലൈസ് ആക്കിയതും 3 ചെറിയ തക്കാളിയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഇത് 3ഉം കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞരടി ആ ഒരു നീരൊക്കെ പുറത്തേക്ക് എത്തിക്കുക കേട്ടോ. ഇനി എരിവിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തക്കാളിയും സവാളയും മാത്രം നല്ലോണം ആദ്യം ഞരടി കൊടുത്താൽ മതി. ശേഷം പിന്നെ അതിലേക്ക് ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഒക്കെ ഞരടി സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു നെയ്ച്ചോറൊന്ന് ഇളക്കി കൂടി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇടാൻ മറന്നു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഉപ്പാണ്. അപ്പോൾ ആ ഒരു ഉപ്പ് ഈ ഒരു സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഓർമ്മ വന്നാൽ നന്നായി, കുറച്ചുകൂടി വറ്റി പോയിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടുപോയിരുന്നു. അപ്പോൾ ഉപ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഇടുന്നത്. കാരണം ഞാൻ എപ്പോൾ കറി ഉണ്ടാക്കിയാലും എന്താ പറയുക, അധികവും ഉപ്പ് ചെറുതായിട്ട് കൂടിപ്പോവും. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ചിലർക്ക് അത് ഭയങ്കര ഓവറായിട്ട് തോന്നും. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉപ്പ് കുറച്ച് എനിക്ക് വേണം തോന്നുന്നതിനേക്കാളും കുറച്ച് അങ്ങോട്ട് ഇടും. പിന്നെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്യൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ എല്ലാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നെയ്ച്ചോറിൻ്റെ ഇതിലേക്ക്.
അപ്പോൾ എന്നെപ്പോലെ ഉപ്പിട്ടാൽ കൂടി പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് എത്രത്തോളം ഉപ്പ് വേണം, ഇപ്പോൾ 2 സ്പൂൺ ഉപ്പ് വേണം തോന്നിക്കഴിഞ്ഞാൽ 1 സ്പൂൺ ഇട്ടിട്ട് സ്റ്റോപ്പ് ആക്കുക. പിന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. അങ്ങനെ നമ്മൾ മസാലയിലേക്ക് വേണ്ടിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ളിയിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. കാരണം ഞാൻ ഓൾറെഡി എന്താ പറയുക, നമ്മൾ ചെമ്മീൻ ഉപ്പും മുളക് പൊടിയും മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനിലേക്ക് വേണ്ടിയുള്ള ഉപ്പ് അതിലുണ്ട്. അതുപോലെ തന്നെ നെയ്ച്ചോറിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിത് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗരം മസാല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തുള്ളതായതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല മാത്രം ചേർത്താൽ തന്നെ മതി നല്ല ഫ്ലേവർ ഉണ്ടാവാൻ. വെറുതെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ എക്സ്ട്രാ സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു വലിയ ചെറുനാരങ്ങൻ്റെ നീരും ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ നേരിട്ട് പറയാൻ വിട്ടുപോയതാട്ടോ. ഇനി നേരത്തെ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. അതിനും ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കൈ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ കറി കലക്കുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവുക സ്പൂൺ വെച്ച് കലക്കുന്നതിനേക്കാളും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ചെമ്മീൻ. ഞാനതിൻ്റെ തലയും കൂടി എടുത്തിട്ടുണ്ട്. തല ഉണ്ടാകുമ്പോൾ നല്ല ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ തല ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചെമ്മീൻ പൊരിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടി വേവിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കാമെന്ന് കരുതി ദമ്മാക്കിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടി, മുന്തിരിയൊക്കെ കണ്ട് ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇതാ കണ്ടോ, നന്നായിട്ട് നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട്. അത്രയും ക്രിസ്പിയാണ്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ഒരു മിക്സാണ് നമ്മൾ ബിരിയാണീൻ്റെ ലെയറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ ഒരു പൊരിച്ചുള്ളിയും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനാണ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ബിരിയാണിക്ക് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആ ദമ്മ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന നല്ലൊരു സ്മെല്ല് അത് ഈ ഒരു സംഭവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആരും ഇത് മിസ്സാക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള മസാലേൻ്റെ മേലേക്ക് ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഇട്ടിട്ട് ദമ്മാക്കിയിട്ട് നന്നായിട്ട് അമർത്തി തന്നെ എടുക്കാൻ വേണ്ടി പോവുകയാണേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് അവിടെ ആയിട്ട് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു മസാലയിൽ ഒരു തുള്ളി പോലും നെയ്യോ ഓയിലോ ഒന്നും ചേർന്നിട്ടില്ല. അപ്പോൾ അടി പിടിക്കാതിരിക്കാനും ഫ്ലേവർ കിട്ടാനും ഒക്കെ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണേ. അപ്പോഴേ ഈ ഒരു ബിരിയാണി ലെയർ ചെയ്തിരുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ അത്ര വലിയൊരാളായത് കൊണ്ടല്ല, പക്ഷേ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരുത്തിയൊരു കാര്യം ഇനി ആർക്കെങ്കിലും എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ആർക്കെങ്കിലും വരുത്തുകയാണെങ്കിൽ വരുത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ. പലരും പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ ചെറിയൊരു അസൂയയും അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാതും പറ്റും, നമുക്ക് മാത്രം ഒന്നും പറ്റൂല എന്നുള്ളൊരു അപകർഷതാബോധമൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും കുറേ മുന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ് നോക്കി ഇങ്ങനെ അയവിറക്കുക എന്ന് പറയാം, അതിങ്ങനെ നോക്കി നിൽക്കുക എന്നല്ല, നമ്മളുടെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയ ഒരാളാണ് ഞാൻ. നമ്മളെ കൂടെ പഠിച്ച ആൾക്കാർ, നമ്മളെ കൂടെ കളിച്ച ആൾക്കാർ, അതുപോലെ തന്നെ മറ്റുള്ള സെലിബ്രിറ്റീസ് കാര്യങ്ങൾ, അവർക്കൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് സങ്കടപ്പെട്ട് നിൽക്കുക എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ മുന്നിലൂടെ എന്താ പറയുക, ഒരു കോട്ട് അല്ലെങ്കിൽ കുറച്ച് വരികൾ കടന്നു പോയത് എൻ്റെ മനസ്സിലൂടെ, അല്ലെങ്കിൽ ഞാനത് വായിച്ചത്. അതിനുശേഷമാണ് ഞാൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കറക്റ്റ് കോട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് വന്നത്. നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട്
അവർ അത് ചെയ്യുന്നു, അവരെ കൊണ്ട് അത് പറ്റും, നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ചെയ്യാനുള്ള സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, അവരുടെ ജീവിതത്തിലും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. നമ്മളെ ജീവിതത്തിലും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത സമയം അവർ ഹാർഡ് വർക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നു. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു വരികൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പം അത് ഞാൻ ഇരുന്നിട്ട് കുറേ സമയം ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തു, എത്രത്തോളം ശരിയാണെന്നുള്ളത്. കാരണം ശരിയാണ്, നമ്മളിങ്ങനെ ചിന്തിക്കും, ഓ അവർക്കത് പറ്റും, അവരെ കൊണ്ടത് സാധിക്കും, അവർക്കത് ചെയ്യാൻ പറ്റും, അവർക്കതിനുള്ള സമയമുണ്ട്, എനിക്കതിന് സമയമില്ല, എനിക്ക് കുട്ടികളെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അങ്ങനെ 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 ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഫുൾ നെഗറ്റീവ് തോട്ട്സ് മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു വരികൾ കേട്ടതിന് ശേഷം ഞാനൊന്ന് തിരിച്ച് ചിന്തിക്കാൻ നോക്കി. ശരിയാണ്, അവരുടെ ജീവിതത്തിലും 24 മണിക്കൂറാണ്, അവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും അവർ അവരുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റൂല എന്ന് തോന്നി. അപ്പോഴാണ് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ടിട്ടൊന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചത്. അത് എന്താ പറയുക, നമുക്ക് സാമ്പത്തികമായ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതല്ല, നമുക്ക് മാനസികമായിട്ട് പല മാറ്റങ്ങളും അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആരെങ്കിലും ഈ ഒരു രീതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ബിരിയാണിയൊക്കെ ലെയറായി അടുപ്പത്ത് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും മിനിമം ഫ്ലെയിമിൽ നല്ല പരന്ന ബേണറിൽ വെച്ചിട്ട് ഞാൻ അരമണിക്കൂറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചെമ്മീനായതുകൊണ്ട് തന്നെ 20 മിനിറ്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കാൻ കേട്ടോ വിചാരിച്ചത്. കറക്റ്റ് ആ ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ആവിയിൽ നിന്ന് ആ ഒരു ബിരിയാണിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തും ചെയ്തു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മൈദൊക്കെ വെച്ചിട്ട് ദമ്മ് കറക്റ്റാക്കി കൊടുക്കുക. ഞാൻ അതിന് പകരം മേലെ ഒരു വെയിറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ദമ്മിട്ടതിന് ശേഷം ഞാനിങ്ങനെ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കേശക്കുള്ള ലഞ്ച് ബോക്സും സ്നാക്സും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ട് കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ നമ്മളെ പച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ അതും കൂടിയാണ് കൊടുക്കുന്നത്. ഞാൻ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ അത്ര ഫാനല്ല, പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പച്ച ഈത്തപ്പഴം. ഏകദേശം എന്നും ഈ ഒരു ടൈം ആകുമ്പോഴാണ് റേക്ക് എണീറ്റ് വരിക. കേശിനെ ഞാൻ അതിന് മുന്നേ ഉണർത്തും കേട്ടോ. ചിലപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ ഉണർത്തും, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉണർത്തിയിട്ട് ബാത്റൂമിലേക്കൊക്കെ പറഞ്ഞേക്കുക ചെയ്യുക. റേക്ക് ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ എന്താ പറയുക ഫൈനൽ പണികൾ നടക്കുന്ന സമയത്തേക്കാണ് ഓൾ എണീറ്റ് വരിക. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പോകാനില്ലാത്തതിന് ഞാൻ നല്ല റിലാക്സ്ഡ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ മൊത്തത്തിൽ പാക്കാക്കി കിട്ടുന്നത് കയ്യിലെടുത്ത് എന്താ പറയുക കുറച്ച് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നിട്ട് ഞാനും ഇവിടുന്ന് സ്ഥലം കാലിയൊക്കെ ചെയ്യാം. അപ്പോൾ റേക്കൻ്റെ രാവിലത്തെ കാര്യങ്ങളൊന്നും ശരിക്കും എനിക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഒന്ന് എടുത്ത് സമാധാനിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവുക ചെയ്യൽ. അപ്പോൾ കേശിൻ്റെ ലഞ്ചും കൂടി ഞാൻ പാക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചമ്മന്തി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു നമ്മൾ മിക്സിയിലാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവം അടിച്ചെടുത്തത്. അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് ഒരു 2 എക്സ്ട്രാ പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് അതും, അതുപോലെ തന്നെ കുറച്ച് പുതിനയില, മല്ലിയില, പിന്നെ നമ്മൾ തേങ്ങ, സുർക്ക, ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ടാണ് ചമ്മന്തി അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കിറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയം എല്ലാവർക്കും അറിയാലോ, രാവിലെ ഭയങ്കര തിരക്കിൻ്റെ സമയമാണ്. നമുക്ക് എന്താ പറയുക 100 കൈകളുണ്ടായാലും തികയില്ല എന്നുള്ള അവസ്ഥയിലാണല്ലോ ഈ ഒരു ടൈം ഉണ്ടാവുക. അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ടു. കാരണം ഒരുപാട് മോശമായിട്ടില്ല. അപ്പോൾ ഇപ്പം തന്നെ ക്ലീൻ ആക്കിയാൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വർക്ക് ഏരിയയിലാണ് കാര്യങ്ങൾ. ഇത്രയും പാത്രങ്ങൾ ഇന്ന് കഴുകാനുള്ളൂ കേട്ടോ. ഇന്ന് ഒരുപാട് ബിരിയാണി ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ നല്ല എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ക്ലാസ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഇന്നലെ വൈകുന്നേരം, അതായത് ഒരു 6 മണിക്ക് ശേഷം വീട് മൊത്തം അടിക്കലും തുടയ്ക്കലൊക്കെ കഴിച്ചിട്ടതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ക്ലീനിങ് പരിപാടിയും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് മുറ്റൊക്കെ അടിച്ചു തരാമെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷേ ആ ഒരു സമയത്തുണ്ടല്ലോ നല്ല മഴ. ദാ ഈ ഒരു വീട്ടിലത്തെ ആളാട്ടോ ഞാൻ പറഞ്ഞ ഗിവ് വിന്നർ. നമുക്ക് ദാ ജനലിനുള്ളിൽ കൂടെ നോക്കിയാൽ തന്നെ കാണാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് കേശ എന്താ പറയുക ഹസ്ബൻഡ് സോപ്പ് ഇട്ടിട്ട് സ്കൂളിലേക്ക് ആക്കി തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സമ്മതം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരാക്കി കൊടുക്കാൻ പോകുമ്പോൾ ഏതായാലും നമുക്ക് പണിയൊന്നുമില്ലല്ലോ, നമ്മൾ കൂടെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ കയറിയതാണ്. അപ്പോൾ കൂടെ ഉമ്മി വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കേശിനെ ആദ്യം സ്കൂളിലേക്കാക്കി വരുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മൻ്റെ ഒരു സിസ്റ്റർ വീടുണ്ട്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചാട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് വേറൊരു ഫീലിംഗ്. നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതും പ്രതീക്ഷിക്കാതെ പോകുന്നതും വേറെ തന്നെ ഒരു ഫീലിംഗ് ആണല്ലേ. അങ്ങനെ ദാ മൂത്തമ്മൻ്റെ വീട്ടിലത്തെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ദാ ഈ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അവിടെ വന്നാൽ കേശക്കുറയ്ക്കൊക്കെ ഈ ഒരു ഫിഷ് ടാങ്ക് നോക്കിക്കുന്ന ഒരു രസമാണ്. അതുപോലെ തന്നെ ഇവിടെ ലവ് ബേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കിളികൾ കുറവാണ് കേട്ടോ, ഇല്ല തോന്നണം. അപ്പോൾ ആദ്യം വരുന്ന സമയത്തൊക്കെ അതൊക്കെ നോക്കിക്കലാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ പുഴയാണ്, നമുക്ക് പുഴയിലേക്കൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴയിൽ പോയി നോക്കാം. പിന്നെ രാവിലത്തെ ടൈം ആയതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല തിരിച്ചു വന്നപ്പോൾ നമുക്ക് കാര്യമായിട്ട് പണികളൊന്നും ഇല്ലാത്ത ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ ചെയ്തു. റേക്കനൊന്ന് ഉറക്കിയതിനൊക്കെ ശേഷം ഞാൻ കുളിച്ചൊക്കെ വന്നു. പിന്നെ നമ്മളെന്താ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരുന്നു. പിന്നെ ഏകദേശം ഉച്ച സമയപ്പോൾ എൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ജസ്റ്റ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ ദിവസം അങ്ങനെ പോയിട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.